ശാല എന്ന് പറയുന്ന സ്ഥലം അതിപുരാതനമായ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. ഇവിടെ 999-ൽ ഇവിടെ ഒരു പള്ളി സ്ഥാപിതമായി. അത് മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. നെടിയാല അമ്മ എന്ന പേരിലാണ് ആ കാലം മുതൽ അറിയപ്പെടുന്നത്. ആ കാലത്ത് ഇവിടെ ഉള്ള ഒരു ഗ്രാമത്തിൽ ഒരു പുതിയതായി ഒരു നവവധുവിനെ വിവാഹം ചെയ്തു കൊണ്ടുവന്നു. ആ കാലത്ത് ഇവിടെ വളരെ ഭക്തിപരമായ കാര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നതാണ്. ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പുതിയ വീട്ടിലെ കാര്യങ്ങളോ മറ്റു ഒന്നും അത്ര വശമില്ലായിരുന്നു. ഭക്ഷണം പാകം ചെയ്യുന്നതിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല വശമില്ലായിരുന്നു. ഒരു ദിവസം അവളുടെ അമ്മായിയമ്മ പള്ളിയിൽ പോകുന്ന സമയത്ത് കുറേ അരിപ്പൊടി കുറേ തേങ്ങായും കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഇത് നല്ല ഒരു പിടി ഉണ്ടാക്കി വെച്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ നല്ല പിടി ഉണ്ടാകും, അല്ലെങ്കിൽ നന്നായിട്ട് അവളെ അവളുടെ കഴിവുകളെ ഒന്ന് പരിശോധിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് സ്ത്രീ പോയിരുന്നത്. ഈ നവവധു അവൾക്ക് പിടിയുണ്ടാക്കാൻ അറിയാൻ പാടില്ലായിരുന്നു. അവൾ വളരെ ഭക്തി ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുപ്പിൽ വെള്ളം വെച്ച് ചൂടാക്കി ആ ചൂടുവെള്ളത്തിലേക്ക് ഈ അരിപ്പൊടിയും തേങ്ങായും കൂടി ഒരുമിച്ചിട്ട് ഇളക്കി നെടിയാലെ അമ്മേ പിടിയായി വന്നെ എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടി പല പ്രാവശ്യം ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് നെടിയാലെ അമ്മേ പിടിയായി വന്നെ അങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ഇളക്കിക്കൊണ്ടിരുന്നു. അവസാനം നല്ല ഒരു പിടിയായി മാറുകയാണ് ചെയ്തത്. അവളുടെ അമ്മ പള്ളിയിൽ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അമ്മയ്ക്ക് ഈ പിടിപ്പലഹാരം നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പിടിയുണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അത് രുചിച്ച് നോക്കിയിട്ട് വളരെ 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 നല്ലതായിട്ട് അവൾക്ക് തോന്നി. അവൾ ആ നവവധുവിനോട് അല്ലെങ്കിൽ ആ മകളോട് വളരെയധികം സ്നേഹം അതോടുകൂടി ആ അമ്മയ്ക്കുണ്ടാകുകയും ചെയ്തു. ഈ പഴഞ്ചൊല്ലാണ് ഇന്നും നെടിയാലെ അമ്മേ പിടിയായി വന്നെ എന്നുള്ള ആ പഴഞ്ചൊല്ലായി മാറിയിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ ആളുകളും ഈ പഴഞ്ചൊല്ല് അവരുടെ പ്രാർത്ഥനാ ആവശ്യങ്ങളിലെല്ലാം ഈ പഴഞ്ചൊല്ല് പറയാറുണ്ട്. വളരെ പ്രസിദ്ധമായ ഈ പഴഞ്ചൊല്ലിനെ ആസ്പദമാക്കി ഇന്ന് ധാരാളം പേര് നെടിയാല അമ്മയുടെ അടുത്ത് വരികയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു കിണറുണ്ട്, ഒരു അത്ഭുത കിണർ. അത് 1941-ലാണ് അത് ഇങ്ങനെ കാണപ്പെട്ടത്. ഈ പ്രദേശത്തൊന്നും ഒരിടത്തും വെള്ളം ഇല്ലായിരുന്നു. ആ കാലത്ത് പള്ളിയിലേക്ക് ആവശ്യമായ വെള്ളം പോലും കിട്ടാതെ വന്നപ്പോൾ അന്നത്തെ അച്ഛൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെ ദർശനമുണ്ടായതാണ് ഇവിടെ ഈ കാണുന്ന ഈ കിണറും വെള്ളവും. ഇന്ന് വരെയും ആ വെള്ളം വറ്റിപ്പോയിട്ടില്ല. ഇപ്പോൾ ധാരാളം ആളുകൾ ആ വെള്ളം ഉപയോഗിച്ച് പലതരത്തിലുള്ള രോഗശാന്തിയും അതുപോലെയുള്ള മറ്റ് അനുഗ്രഹങ്ങളും അവർക്ക് ലഭിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഭക്തിയോടുകൂടി ആ വെള്ളം ഇവിടുന്ന് ധാരാളം ആളുകൾ വെള്ളം ഇവിടുന്ന് പാത്രങ്ങളിലാക്കി കൊണ്ടുപോയി